തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ ഈ ഡ്രെയിനേജ് പൊട്ടി മലിനജലം ഒഴുകിയതിൽ ഇന്നലെ ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ കോർപ്പറേഷൻ ഉണർന്നു, വാട്ടർ അതോറിറ്റി ഉണർന്നു. അരിസ്റ്റോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചോള ബാറിലെ ഡ്രെയിനേജിന്റെ ചോർച്ച അടച്ചു. സ്ഥാപനത്തിന് ആരോഗ്യ വിഭാഗവും വാട്ടർ അതോറിറ്റിയും നോട്ടീസ് നൽകിയിരുന്നു. അരിസ്റ്റോ ജംഗ്ഷനിൽ 3 ദിവസമായി മലിനജലം ഒഴുകുന്നത് റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രശ്നം പരിഹരിച്ചത്. റിപ്പോർട്ടർ ഇമ്പാക്ട് ടി വി പ്രസാദ് നമുക്കിപ്പം ചേരുന്നു. ടി വി പ്രസാദ്, ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷേ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച്, അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസകരമായൊരു വാർത്തയായി തീർന്നു. ആ വാർത്തയിൽ ഇടപെട്ട കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ഡ്രെയിനേജ് അടച്ചു എന്നുള്ളത് സന്തോഷകരമായൊരു വാർത്തയാണ്. ഇപ്പോൾ നാട്ടുകാർക്ക് അല്പം ആശ്വാസമായിട്ടുണ്ടാവുമല്ലേ ടി വി പ്രസാദ്? ഇനി അത് ആവർത്തിക്കാതിരിക്കുമായിരിക്കും അല്ലേ? അരുൺ, അല്പം ആശ്വാസമല്ല, നല്ല ആശ്വാസമായിട്ടുണ്ട്. ഇന്നലെ ഈ സമയത്ത് നമുക്കറിയാമല്ലോ, ഏതാണ്ട് 20-ലധികം വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരുമാണ് അവരുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നമ്മുടെ കൂടെ നിന്നത്. ഇന്നെല്ലാവരും സ്വസ്ഥമായി അവരുടേതായ ജോലിക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ ഈ ഭാഗത്ത് വറ്റാനുള്ള ഈ വെള്ളം മാത്രമാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇവിടുന്ന് അങ്ങോളം വെള്ളം നിറഞ്ഞു കിടക്കുന്ന ദൃശ്യം. ഇന്നലെ വാട്ടർ അതോറിറ്റി അതുപോലെ കോർപ്പറേഷൻ ഈ 2 വിഭാഗങ്ങളും ഈ ചോള ബാറിന് ഇന്നലെ നോട്ടീസ് കൊടുത്തു. അതുവരെ അടക്കില്ല എന്ന നിലപാടിലായിരുന്നു. ഒടുവിൽ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് മുമ്പ് തന്നെ സ്വന്തം നിലയ്ക്ക് അടക്കുകയായിരുന്നു. ഈ കാണുന്ന ബൈക്കിൻ്റെ അപ്പുറം ഭാഗത്ത് നിന്നായിരുന്നു ഇന്നലെ മലിനജലം വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 4 ദിവസമായി തുടർച്ചയായി ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇത് റെഡിയാക്കില്ല എന്നുള്ളതാണ് ഇന്നലെ ഇതിൻ്റെ മാനേജറും നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഒടുവിൽ വാർത്തയ്ക്ക് പിന്നാലെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ എത്തി, വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാർ ഇവിടെ എത്തി. എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ടാകണമെന്ന് പറഞ്ഞു. സമാധാനമായി. കാരണം ഒരാഴ്ചയായിട്ട് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ റിപ്പോർട്ട് ചാനൽ വന്നു, ആ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു. കാരണം വലിയ വേഗതയിലായിരുന്നു അരുൺ. അതായത് ഇന്നലെ രാവിലെ നമ്മൾ 8 മണിയോടുകൂടിയാണല്ലോ വന്നത്. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നമ്മളെ അറിയിക്കുകയും ചെയ്തു ഇക്കാര്യം റെഡിയാക്കിയിട്ടുണ്ടെന്ന്. നമ്മൾ ഇന്നലെ രാത്രി വന്ന് നോക്കി, വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും വലിയ ആശ്വാസമാണ് ഇവിടെ ഉള്ളവർക്കുണ്ടായത്. താങ്ക് യു ടി വി പ്രസാദ്. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് കോർപ്പറേഷന്റെ മിന്നൽ വേഗത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് ഒരു മാധ്യമത്തിൻ്റെ ശ്രദ്ധ പതിയുന്നത് വരെ കാത്തിരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എങ്കിലും ചെയ്തല്ലോ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ്. അപ്പോൾ നാട്ടുകാർക്കും ആശ്വാസമായി. താങ്ക് യു കോർപ്പറേഷനും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിക്കും.